കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തീയ ജലസ്നാനം എന്ന ഈ പഠന പരമ്പരയിലെ 10ാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 10ാം അധ്യായത്തിനെ ആസ്പദമാക്കി കൊർന്നലിയോസിന്റെ സ്നാനം എന്നൊരു വിഷയമാണ്. കൃപായുഗവും ജാതികളുടെ രക്ഷയും ഒക്കെ ആരംഭിക്കുന്നത് ദൈവിക പദ്ധതിയായിരുന്നു. അത് സ്വർഗത്തിൽ അന്നു വരെ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയായിരുന്നു. അത് വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം അപ്പോയിന്റ് ചെയ്തൊരു അപ്പോസ്തലനാണ് പൗലോസ് അപ്പോസ്തലൻ എന്നും തന്നിലൂടെയാണ് ഈ ജാതികൾക്ക് രക്ഷ ലഭിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ കൃപായുഗം എന്ന കാലഘട്ടമൊക്കെ ആരംഭിക്കുന്നതെന്ന് നമ്മൾ പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്കെതിരായിട്ട് വരുന്ന ഒരു വലിയ ആക്ഷേപമുണ്ട്. അത് പൗലോസ് അപ്പോസ്തലനല്ല, പ്രത്യുത പത്രോസ് അപ്പോസ്തലനാണ്. പത്രോസിനെയാണ് ദൈവം ജാതീയനായിരുന്ന കൊർന്നലിയോസിന്റെ ഭവനത്തിൽ ഉപയോഗിച്ചതെന്നും തന്നിലൂടെയാണ് അവിടെ പരിശുദ്ധാത്മ പകർച്ച ഉണ്ടാകുന്നത്, ആ ഭവനത്തിലാണ് സ്നാനം കഴിപ്പിക്കുകയും അങ്ങനെ അവർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കൃപായുഗമെന്നും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെന്നും ഒക്കെയുള്ള വിഷയം പഠിപ്പിക്കുമ്പോൾ അതിനെതിരായിട്ട് വരുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. എന്നാൽ അതിന്റെ നിജസ്ഥിതി എന്താണ് എന്നാണ് ഇന്ന് ചുരുക്കമായിട്ട് ഈ എപ്പിസോഡിലൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതായത് കൊർന്നലിയോസിന്റെ സ്നാനം, ഈ വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഏതൊരു വിഷയവും ചിന്തിക്കുമ്പോൾ അതിനൊരു പ്രസംഗ ഭാഷ്യമുണ്ട്. അതായത് നമ്മൾ എന്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നോ ആ വിഷയത്തെ ഒന്ന് ചുരുക്കി പറയണം. അതിനുശേഷം അതിനെ വിശദീകരിച്ച് ആ വിഷയം അവതരിപ്പിക്കണം. അതിൻ്റെ അവസാനമായിട്ട് എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞോ അതിന്റെ മെയിൻ പോയിന്റുകൾ എടുത്തിട്ട് അതിനെ ഒന്ന് ക്രോഡീകരിക്കണം, ഒന്ന് ചുരുക്കി പറഞ്ഞ് നിർത്തണം. ഇതാണ് ഒരു പ്രസംഗ ഭാഷ്യം എന്ന് പറയുന്നത്. അത് മലയാളത്തിലും അങ്ങനെയാണ്, ഇംഗ്ലീഷിലും അങ്ങനെയാണ്, എല്ലാ രീതിയിലും അങ്ങനെയാണ്. ഇംഗ്ലീഷിൽ അതിനിങ്ങനെയാ പറയുന്നത്, ടെൽ ദം വാട്ട് യു ആർ ഗോയിങ് ടു ടെൽ ദം. അതായത് നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഒന്ന് ചുരുക്കമായിട്ട് ആദ്യമേ പറയണം. 2, ടെൽ ദം, അതായത് വിശദീകരിച്ച് പറയുക. 3ാമതായിട്ട് ടെൽ ദം വാട്ട് യു ടോൾഡ് ദം, അതായത് നിങ്ങൾ എന്താണോ പറഞ്ഞത് അതിനെ ഒന്ന് ചുരുക്കമായിട്ട് ക്രോഡീകരിച്ചിട്ട് അതിനൊന്ന് എടുത്തു പറയുക. ഇതാണ് ഒരു പ്രസംഗ ഭാഷ്യം എന്ന് പറയുന്നത്. ഞാൻ ആ ഒരു ഫോർമാറ്റിൽ തന്നെ ഈ വിഷയം നിങ്ങളിലേക്ക് കൊണ്ടുവരിക. കാര്യം ഇതിൽ ഒട്ടും നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാതെ പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ 10ാം അധ്യായം തുടക്കം മുതൽ ഒടുക്കം വരെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൊർന്നലിയോസിന്റെ സ്നാനവും അദ്ദേഹത്തിന്റെ രക്ഷയും അവിടെ കാണാൻ കഴിയും. അതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിലും നമ്മുടെ ഈ വീഡിയോയിലും പറയാനായിട്ട് പോകുന്നത്. അതിന്റെ ചുരുക്കം ഇതാണ്. ഈ കൊർന്നലിയോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ദൈവഭക്തനായിരുന്നു. യഹൂദന്മാരുടെ ഇടയിൽ 2 തരം യഹൂദ വിശ്വാസത്തിലുള്ളവരുണ്ട്. ഒന്ന് ജന്മന യഹൂദനായിട്ട് പിറന്നവനുണ്ട്, ഒന്ന് യഹൂദ മതം സ്വീകരിച്ച ആളുണ്ട്. അതിനെയാണ് യഹൂദ മതാനുസാരി അല്ലെങ്കിൽ ജൂവിഷ് പ്രോസലൈറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രോസലൈസേഷൻ പ്രോസസ്സിൽ കൂടി യഹൂദനായി മാറുന്ന ചിലരൊക്കെ ഉണ്ട്. അതാണ് ജാതികളിൽ നിന്ന് യഹൂദനായി മാറുന്ന, ഏക സത്യ ദൈവ വിശ്വാസത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് ആ യഹൂദ മതം സ്വീകരിക്കുന്ന ജാതികളെയാണ് യഹൂദ മതാനുസാരികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജൂവിഷ് പ്രോസലൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ കൊർന്നലിയോസ് എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോസലൈസേഷൻ പ്രോസസ്സിലേക്ക് വന്നിട്ടില്ല എങ്കിലും ദൈവവിശ്വാസത്തിലുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം തനിക്ക് പ്രത്യക്ഷനാവുകയും പത്രോസ് അപ്പോസ്തലനെ തന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറയുകയും പത്രോസ് അപ്പോസ്തലൻ ആ ഭവനത്തിൽ വരികയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരുടെ മേലുണ്ടാവുകയും അവരെ പത്രോസ് അപ്പോസ്തലൻ സ്നാനപ്പെടുത്തുകയും സ്നാനം കഴിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവർ ആ ഒരു വിശ്വാസത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ആക്ച്വലി നടക്കുന്നത് ഒരു യഹൂദ മതാനുസാരി അല്ലെങ്കിൽ ജൂവിഷ് പ്രോസലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി നടക്കുന്നത്. ഈ കൊർന്നലിയോസ് എന്ന് പറയുന്ന ആൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറുകയായിരുന്നില്ല, മറിച്ച് അദ്ദേഹം ഒരു യഹൂദ മതാനുസാരി അല്ലെങ്കിൽ ഒരു ജൂവിഷ് പ്രോസലൈറ്റ് ആയിട്ട് മാറി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവ് പഠിപ്പിച്ച ആ കിങ്ഡം ഗോസ്പൽ അല്ലെന്നുണ്ടെങ്കിൽ രാജ്യത്തിന്റെ സുവിശേഷം, ആ കർത്താവിന്റെ രാജ്യം വരാൻ വേണ്ടി കാത്തിരിക്കുന്ന, കർത്താവിന്റെ ആ 2ാം വരവിനെ കാത്തിരിക്കുന്ന കിങ്ഡം ഗോസ്പലിൽ വിശ്വസിച്ച് ആ 1000 ആണ്ട് വാഴ്ചയ്ക്കായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ ആ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പായിട്ട് മാറുക. ഇത് തന്നെയാണ് 12 അപ്പോസ്തലന്മാരും അന്നുണ്ടായിരുന്ന യഹൂദന്മാരെല്ലാം ആയിരുന്നത്. ആ അപ്പോസ്തല പ്രവൃത്തികൾ 2ാം അധ്യായത്തിൽ നടക്കുന്ന പരിശുദ്ധാത്മ പകർച്ചയും അവർ ആ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയും ആ 2ാം വരവിന് വേണ്ടി അവർ ഒരുങ്ങുകയും ചെയ്യുക. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന മഹാദൗത്യം ആ ലോകമെമ്പാടും പോയി അറിയിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ പകരപ്പെടുകയും ചെയ്യുക. ഇതാണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. എന്നാൽ ഇതിവിടെ പത്രോസ് അപ്പോസ്തലൻ വന്നിട്ട് ക്രിസ്തീയ മാർഗം പഠിപ്പിച്ചെന്നോ അല്ലെങ്കിൽ ഈ
കൊർന്നല്യോസ് ഒരു ക്രിസ്ത്യാനിയായി മാറിയെന്നോ ഒന്നുമല്ല അവിടെ പറയുന്നത്. ഈ വിഷയമാണ് ഞാൻ അല്പമായിട്ട് ഒന്ന് വിശദീകരിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനും ഇതിന്റെ നിജസ്ഥിതി ഒരേ ഒരു അധ്യായം 10-ാം അധ്യായം അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇതിനകത്തിൽ വളച്ചു കെട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അർത്ഥം മാറ്റിക്കളഞ്ഞെന്നോ ട്വിസ്റ്റ് ചെയ്തെന്നോ ഒന്നും നിങ്ങൾ പേടിക്കണ്ട. ഒന്ന് വായിച്ചു നോക്കിയാൽ ഇത് ക്ലിയർ ആയിട്ട് ആർക്കും മനസ്സിലാകുന്ന വിഷയമാണ്. ഞാൻ അതിനെ അല്പം കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇവിടെ കൊർന്നല്യോസ് എന്ന് പറയുന്ന ആള് ഒരു റോമൻ പട്ടാളക്കാരനാണ്, പട്ടാളത്തിന്റെ ശതാധിപനാണ്. അതായത് ഇറ്റാലിക എന്ന് പറയുന്ന ഒരു പട്ടാള റെജിമെന്റിന്റെ കമാൻഡർ ഇൻ ചീഫ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ശതാധിപൻ, സെഞ്ചൂറിയൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രായേലിൽ മുഴുവനും ഭരിക്കുന്നത് റോമാണ്. അവിടുത്തെ ഒരു 100 പട്ടാളത്തിന്റെ അധിപൻ, ശതാധിപൻ, സെഞ്ചൂറിയൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ശരിക്കും കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്ന മാതിരി ഒരു പദവിയാണ്. ഇദ്ദേഹം വളരെ ദൈവവിശ്വാസിയായിരുന്നു. അതായത് ഈ ഈ ഈ റോമൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ റോമൻ പാഗൻ വിശ്വാസത്തിലാണ്, ജാതീയ വിശ്വാസത്തിലാണ് അവരായിരിക്കുന്നത്. എന്നാൽ അവർക്ക് യഹൂദിയ വിശ്വാസമാണ് കറക്റ്റ്, ഏക സത്യ ദൈവ വിശ്വാസമാണ് കറക്റ്റ് എന്ന ആ ഒരു തോന്നൽ വരുമ്പോൾ അവർ അതിലേക്ക് അനേക ജാതികൾ അങ്ങനെ യഹൂദ മതാനുസാരികളായി മാറിയിട്ടുണ്ട്. അതിന്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു 1000 യഹൂദനെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 10-25 പേര് യഹൂദ മതാനുസാരികൾ കാണും. അതായത് ജാതികൾ യഹൂദ മതം സ്വീകരിച്ചവർ കാണും. ഒരു 975 പേരും ഒറിജിനലി ബൈ ബർത്ത് ജന്മന യഹൂദനായി യഹൂദ മാതാപിതാക്കൾക്ക് ജനിച്ചവരാണ്. എന്നാൽ ഒരു 10-25 പേരെ നമുക്ക് ഇങ്ങനെ കിട്ടുവാനായിട്ട് കഴിയും, യഹൂദ മതാനുസാരികൾ. അങ്ങനെ ഒരാളാണ് ഈ കൊർന്നല്യോസ് എന്ന് പറയുന്നത്. അതിന് അവർക്ക് ആഴമായ ദൈവസ്നേഹം ഉണ്ടായിരിക്കണം. യഹൂദനെ എല്ലാ നിലയിലും സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം. അവരുടെ പള്ളിയിലും അവരുടെ ആരാധനാ സമയത്ത് ആരാധനയ്ക്കും അവരുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നവരായിരിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ളവരെയാണ് ആ യഹൂദ മതാനുസാരി എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിലേക്ക് അവരെ സപ്പോർട്ട് ചെയ്യുകയും ആ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഈ അധ്യായത്തിൽ തന്നെ 1-2 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് തുടങ്ങാം. ഇവിടെ ഇതിന്റെ 2-ാമത്തെ വാക്യം, 10-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം പറയാണ്, ഈ കൊർന്നല്യോസിനെ കുറിച്ച് പറയുകയാണ്. കൈസരിയയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹമാണ്. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ വീട്ടിലും ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരും ബന്ധക്കാരും എല്ലാം ആ ഒരു വിശ്വാസത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് വന്നിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ വളരെ ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും. യഹൂദന് ആ ധർമ്മം കൊടുക്കുക എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റാ. ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചു പോന്നു. വേറൊരു ജാതിയിനും ഇത് ചെയ്യത്തില്ല, ചെയ്യാൻ പറ്റത്തുമില്ല. ഇങ്ങനെ ദൈവത്തെ സ്നേഹിച്ചു വരുന്ന ഒരു കുടുംബമാണ്. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത്, ഇത് വളരെ സമയം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്, പക്ഷേ ഞാൻ അത്രയും എടുക്കുന്നില്ല. അതായത് 9-ാം മണി എന്ന് പറയുന്നത് നമ്മുടെ 3 മണിയാണ്. യഹൂദന്റെ കലണ്ടർ ആരംഭിക്കുന്ന രാവിലെ 6 മണിക്കാണ്. നമുക്ക് രാത്രി 12 മണിക്കാണ് നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നെങ്കിൽ യഹൂദന്റെ ദിവസം ആരംഭിക്കുന്ന രാവിലെ 6 മണിക്കാണ്. ആ 6 മണി മുതൽ 3 മണി വരെയുള്ള സമയം, അതായത് നമ്മുടെ 9 മണി, രാവിലത്തെ 9 മണിയാണ് അവന്റെ 3-ാം മണി എന്ന് പറയുന്നത്. 12 മണിയാണ് അവരുടെ 6-ാം മണി എന്ന് പറയുന്നത്. അവരുടെ 9-ാം മണിയാണ് നമ്മുടെ ഈവനിങ് 3 മണി എന്ന് പറയുന്നത്. അങ്ങനെ അവരുടെ സമയം പോകുന്നത്. ഇവിടെ ഞാൻ ഈ വാക്യത്തിൽ കാണിച്ചത് കണ്ടില്ലേ, ഇവിടെ പറയാണ് പകൽ ഏകദേശം 9-ാം മണി നേരത്ത്. 9-ാം മണി എന്ന് പറയുന്നത് വൈകിട്ട് 3 മണിയാണ്. നമ്മുടെ വൈകിട്ടത്തെ 3 മണിയാണ് ഈ 9-ാം മണി എന്ന് പറയുന്നത്. ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ട് കൊർന്നല്യോസേ എന്ന് അവനോട് പറയുന്നത് കേട്ടു. അതൊന്നുകൂടെ ഒന്ന് ഞാൻ പറഞ്ഞിട്ട് പോകാം. ഈ 9 മണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലത്തെ 9 മണിക്കും വൈകിട്ടത്തെ 3 മണിക്കും, അതായത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം 3-ാം മണി നേരം 9-ാം മണി നേരം എന്ന് പറയും. അവരുടെ 3-ാം മണിയാണ് നമ്മുടെ രാവിലത്തെ 9 മണി. അവരുടെ 9-ാം മണിയാണ് നമ്മുടെ വൈകിട്ടത്തെ 3 മണി. ഈ 2 സമയത്തും യഹൂദന്മാർ പ്രാർത്ഥിക്കുന്ന സമയമാണ്. യെരുശലേം ദേവാലയത്തിൽ ഈ 2 സമയത്തും യാഗപ്രാർത്ഥന നടക്കും, യാഗം നടക്കും. ആ യാഗം കഴിക്കുമ്പോഴത്തേനും ആ യാഗമൃഗത്തിന്റെ പുക യെരുശലേം മുഴുവനും കാണാൻ പറ്റും. നമ്മൾ യെരുശലേമിൽ എവിടെ നിന്ന് കഴിഞ്ഞാലും ആ യാഗമൃഗത്തിന്റെ പുക പൊങ്ങുന്നത് കാണാം. അത് കാണുമ്പോഴത്തേനും അവരെല്ലാം മുട്ട വീഴുകയും പ്രാർത്ഥിക്കുകയും ആ യെരുശലേമിന്റെ സൈഡിലേക്ക് നോക്കി ദിവസം 3 നേരം പ്രാർത്ഥിക്കണം. ഈ രാവിലെ 9 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും വൈകിട്ട് 3 മണിക്ക്, ഈ 3 മണി നേരമാണ് ഇവരുടെ പ്രാർത്ഥന ഉള്ളത്. അതിലെ വൈകിട്ടത്തെ 3 മണിക്കത്തെ പ്രാർത്ഥനയാണ് ഈ 9-ാം മണി എന്ന് പറയുന്നത്. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്തെന്ന് പറയുന്നത് നമ്മുടെ വൈകിട്ടത്തെ 3 മണിക്ക് അവിടെ യാഗപ്രാർത്ഥന നടക്കുന്ന സമയമാണ്. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഇതെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ
അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ട് കൊർന്നലിയോസേ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. അങ്ങനെ പറയുന്നത് കേട്ടു. അടുത്ത വാക്യം, എൻ്റെ 4-ാമത്തെ വാക്യം, അവിടെ പറയാം, അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ കാണുവാനായിട്ട് കഴിയും. വളരെ ക്ലിയർ ആയിട്ട് ഈ കൊർന്നലിയോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു യഹൂദ മതാനുസാരി ആകുവാനായിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ള ആളാണ്. 22-ാമത്തെ വാക്യം കൂടെ ഞാനത് കാണിച്ചു നോക്കാം. അതുകൂടെ കണ്ടു കഴിയുമ്പോഴത്തേന് നമുക്ക് ക്ലിയർ ആയിട്ട് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാവും. 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞാട്ടോ, അതിന് അവൻ നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നലിയോസ് എന്ന ശതാധിപന്. മനസ്സിലായോ? അതായത് അദ്ദേഹം നീതിമാനാണ്, ദൈവഭക്തനാണ്, യഹൂദന്മാരുടെ സകല ജാതി, യഹൂദന്മാരുടെ എല്ലാ യഹൂദന്മാര്, പരീശന്മാരും സദൂക്യരും മറ്റുള്ള എല്ലാ ഗ്രൂപ്പുകാരും നോക്കിക്കഴിഞ്ഞാൽ അവരെ ഒരുത്തർക്കും ഒരു പ്രശ്നവുമില്ല, വളരെ മര്യാദയായിട്ട് അവരോട് സഹകരിച്ചു പോകുന്ന ഒരു പട്ടാള അധിപനാണ് ഈ കൊർന്നലിയോസ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ഒരു ജൂവിഷ് പ്രോസലൈസേഷൻ അല്ലെന്നുണ്ടെങ്കിൽ അവർ വിശ്വസിക്കുന്ന സത്യദൈവ വിശ്വാസത്തിലേക്ക് വരുവാൻ ഒരാഗ്രഹം ഉണ്ടായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ദൈവം തനിക്ക് പ്രത്യക്ഷനാകുന്നത്. ഇവിടെ പ്രത്യക്ഷനായി കഴിയുമ്പോൾ തന്നെ ശരിക്കും അടുത്ത ഒരു സ്റ്റെപ്പ് ദൈവം ഇവിടെ ഉപയോഗിക്കുന്നത് പത്രോസ് അപ്പോസ്തലനെ ഉപയോഗിക്കുക. പത്രോസ് അപ്പോസ്തലനെ വിളിച്ച് ഈ ഭവനത്തിലേക്ക് അയക്കുക. അവിടെ വന്നിട്ട് ഇദ്ദേഹത്തെ ആ ഒരു പ്രോസലൈസേഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കാണുകയും ചെയ്യുവാനുള്ള മുഖാന്തരങ്ങൾ ഒരുങ്ങുക. ദൈവം പത്രോസ് അപ്പോസ്തലനെ ഈ ഒരു സമയത്തേക്ക് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം, ഇവിടെ നടക്കുന്ന ഒരു സംഭവം കുറച്ച് നാളുകൾ, അടുത്ത ഒരു 5-6 വർഷം കഴിയുമ്പോഴത്തേന് പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയേണ്ട ഒരു അനുഭവം വരാൻ പോവുക. ദൈവം എൻഡ് എല്ലാം അറിയുന്നത് കൊണ്ട് പത്രോസ് അപ്പോസ്തലന് ഈ ഒരു അനുഭവം തന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത 5-6 വർഷം കഴിഞ്ഞ്, അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവമുണ്ട്. അവിടെ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന് അവിടെ നടക്കുന്ന സംഭവത്തെ സപ്പോർട്ട് ചെയ്യുകയും അവിടെ യഹൂദന്മാർ കൊണ്ടിരുന്ന വാദത്തെ ഡിഫെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ 10-ാമത്തെ അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലനെ, അതായത് 7-ാമത്തെ 8-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായി കഴിയുമ്പോഴത്തേന് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവിടെ വെച്ച് അവരുടെ ഇടയിൽ വെച്ച് നിലയ്ക്കുകയും ആ ദൈവിക പദ്ധതി, യഹൂദനോടുണ്ടായിരുന്ന ദൈവിക പദ്ധതി താൽക്കാലികമായിട്ട് അവിടെ ദൈവം അതിനെ ഹോൾഡ് ചെയ്യുകയും അതിനുശേഷം കൃപായുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ആരംഭിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഒത്തിരി പേർക്ക് അവിടെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അത് നമ്മുടെ ഇതിനു മുൻപ് പഠിപ്പിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ കാണുമ്പോഴത്തേന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അല്പം ക്ഷമയോട് ആ വേദഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്നതേ ഉള്ളൂ. ഇവിടെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. പത്രോസ് അപ്പോസ്തലനെ ദൈവം അവിടെ അയക്കുന്നത് തന്നിൽ കൂടെ ഒരു ദൈവ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനും തന്നെ ഇതിന് ശേഷം ദൈവത്തിന് ഈ ഒരു സംഭവം എടുത്ത് പറഞ്ഞുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ ഒരു മുഖാന്തരമാവുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഈ 10-ാമത്തെ അധ്യായത്തിൽ ഈ ഒരു സംഭവം പത്രോസ് അപ്പോസ്തലനിലൂടെ അവിടെ നടക്കുന്നത്. അതിന് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ നിന്നും അല്പം ദൂരെ യോപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താമസിക്കുക. ഈ ജോപ്പ എന്ന് പറയുന്നത് കടൽ തീരത്ത് ഒരു തുറമുഖ പട്ടണം മാതിരിയുള്ള ഒരു സ്ഥലമാണ് യോപ്പ എന്ന് പറയുന്നത്. നമുക്ക് യോന പണ്ട് അവിടെ നിന്നും നിനവയിലേക്ക് തർസോസിലേക്ക് പോകാൻ പറഞ്ഞ യോനായെ അവിടെ നിന്ന് അയക്കുന്നതൊക്കെ ഈ യോപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. ആ യോപ്പയിലാണ് ഇപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഉള്ളത്. അവിടെ ശിമോൻ എന്ന് പറയുന്ന ഒരു യഹൂദന്റെ വീട്ടിൽ താൻ താമസിക്കുകയാണ്. അവിടെ ഒരു ദിവസം താൻ വിശന്ന് ഉച്ചയ്ക്ക് 12 മണി നേരത്ത് ആഹാരം കഴിക്കുവാനായിട്ട് ഇരിക്കുമ്പോൾ അവർ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പത്രോസ് അപ്പോസ്തലന് വിശന്നിട്ട് ഒരു വിവശതയിലായി താൻ അതിന്റെ വെൺമാടത്തിൽ കയറി അല്പം റെസ്റ്റ് എടുക്കുവാനായിട്ടൊരു മയക്കത്തിലാകുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദുപ്പട്ടി മാതിരി ഇറങ്ങി വന്നിട്ട് അതിൽ ലോകത്തിലുള്ള സകല ഇഴജാതികളും എന്താ പറയുന്ന എല്ലാ നാൽക്കാലികളും ജന്തുക്കളും ആകാശത്തിലെ പറവകളും എല്ലാം നിറഞ്ഞ ഒരു വലിയ ദുപ്പട്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും അത് പത്രോസിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പത്രോസിനോട് പറയുന്ന ഒരു ശബ്ദമാണ്, അതിനെ എടുത്ത് അറുത്ത് തിന്നുക എന്ന് പറയുന്ന ഒരു ശബ്ദം. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ഒരിക്കലും ഇതിനെ അറുത്ത് തിന്നത്തില്ല. കാര്യം അദ്ദേഹം യഹൂദനാണ്. യഹൂദന് കഴിക്കാവുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. മൃഗങ്ങളും എന്തിന്റെയൊക്കെ മീറ്റ് കഴിക്കാം, ശുദ്ധമായിട്ടുള്ള ആഹാരവും അശുദ്ധമായിട്ടുള്ള ആഹാരവും. ലേവ്യ പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനകളുടെ ഭാഗമാണ്. അശുദ്ധമായിട്ടുള്ളതോ ഹറാമായിട്ടുള്ളതോ ഫുഡ് കഴിക്കത്തില്ലെന്ന് പറയുന്ന മാതിരി അശുദ്ധമായിട്ടുള്ള ഒരു ഫുഡും അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഈ എന്താ പറയുന്നത് മലിനമായിട്ടുള്ളതും അശുദ്ധമായിട്ടുള്ള മൃഗങ്ങളെ എല്ലാം ഒരു ദുപ്പട്ടിയിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറക്കി കാണിക്കുക, എന്നിട്ട് അതിനെ അറുത്ത് തിന്നാൻ പറയുക.
പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇതിനെ ഒരു നാളും അശുദ്ധമായിട്ടുള്ളതൊന്നും കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കത്തില്ല, ഇതെല്ലാം അശുദ്ധമാണെന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ്, ഒരു അശരീരി ഉണ്ടാവുകയാണ്, ഞാൻ നിർമ്മലീകരിച്ചതിനെ, ഞാൻ ശുദ്ധീകരിച്ചതിനെ നിനക്ക് എങ്ങനെ അശുദ്ധമെന്ന് പറയാൻ കഴിയും? അതിനെ അറുത്ത് കഴിക്കാൻ പറയുക. അങ്ങനെ 3 പ്രാവശ്യം ആ ദുപ്പട്ടി തന്റെ മുന്നിലേക്ക് വരികയും അത് തിരികെ കയറി പോവുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായി. പത്രോസ് അപ്പോസ്തലൻ അങ്ങനെ ഇതെന്തായിരിക്കും എന്ന് ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്ത് വന്ന് നിന്ന് ആൾക്കാർ വിളിക്കുന്നത്, ഇത് പത്രോസ് അപ്പോസ്തലൻ അല്ലെന്നുണ്ടെങ്കിൽ ശീമോൻ എന്ന് പത്രോസ് താമസിക്കുന്ന വീടാണോ എന്ന് ചോദിക്കുന്ന ഒരു അനുഭവം. അതായത് ഈ കൊർന്നല്യോസിന്റെ വീട്ടിൽ നിന്നും ആൾക്കാർ പത്രോസ് അപ്പോസ്തലനെ വിളിച്ചുകൊണ്ട് ചെല്ലുവാനായിട്ട് ദൈവം പറഞ്ഞിട്ട് ആളിനെ അയച്ചിരിക്കുക. അങ്ങനെ കൊർന്നല്യോസ് ഇവിടെ ആളിനെ അയച്ചിരിക്കുക. പത്രോസ് അപ്പോസ്തലൻ അവരുടെ കൂടെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. പത്രോസ് അപ്പോസ്തലൻ അവിടെ ചെല്ലുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കൊരു ആഗ്രഹം ഉണ്ടായിട്ട് തന്നെ ഒരു ഗ്രേറ്റ് കമ്മീഷൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. ജാതീയനായ കൊർന്നല്യോസിനെ പോയി പറഞ്ഞ് ഈ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടൊന്നുമല്ല. ഇവിടെ ദുപ്പട്ടിയൊക്കെ ഇറക്കി കാണിച്ച് ദൈവം ഒരു പരുവത്തിനാണ് പത്രോസ് അപ്പോസ്തലനെ കൺവിൻസ് ചെയ്ത് അങ്ങോട്ട് അയച്ചേക്കുന്നത്. ഇവിടെ ഇപ്പൊ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പോയിരിക്കുന്ന ഒരു രംഗമാണ്. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് താൻ മാത്രമല്ല, തന്റെ കുടുംബമായിട്ടുണ്ട്, കൂടാതെ ഒത്തിരി പേര് അവരുടെ വിരുന്നുകാരായിട്ട് വിളിച്ചിരിക്കുന്ന അനേകരുണ്ട്. ആ വീട് നിറഞ്ഞിരിക്കുക, ഒരു വലിയ ബംഗ്ലാവ് നിറച്ച ആൾക്കാരുണ്ട്. അവിടേക്കാണ് പത്രോസ് അപ്പോസ്തലൻ ചെന്നിരിക്കുന്നത്. അവിടെ ചെന്ന് ഈ ആൾക്കാരെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ജാതികളുടെ അടുക്കൽ വരാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ എന്തിനാണ് യഹൂദനായ എന്നെ നിങ്ങൾ ജാതികളുടെ ഭവനത്തിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക. ഇവിടെ നമുക്ക് പത്രോസ് അപ്പോസ്തലനോട് ഒരു ചോദ്യം ചോദിക്കാം. പത്രോസ് അപ്പോസ്തലനെ ഇത് AD 39, കർത്താവ് മരിച്ചത് AD 33 നമ്മളൊരു വിശ്വസിക്കുകയാണെങ്കിൽ 33 മുതൽ 39 വരെ ഏകദേശം 6 വർഷം കഴിഞ്ഞു. 33 പത്രോസ് അപ്പോസ്തലനെ കർത്താവായ യേശു ക്രിസ്തു താങ്കൾക്ക് സകല ജാതികളുടെയും അടുക്കൽ പോയി വിശ്വസിക്കുന്നവരെ സ്നാനം കഴിപ്പിക്കാനുള്ള കൽപ്പന തന്നിട്ടില്ലേ? ഗ്രേറ്റ് കമ്മീഷൻ തന്നിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ പറയുന്നത് ഇത് ജാതികളുടെ ഭവനമാണ്, ഞങ്ങൾക്ക് അവിടെ വരാൻ കഴിയത്തില്ല എന്ന്? തീർച്ചയായിട്ടും പത്രോസ് അപ്പോസ്തലൻ പറയും, എന്നെ ഒരു ജാതിയുടെയും വീട്ടിൽ പോകാനോ ഒരു ജാതിയെയും രക്ഷിക്കുന്ന കാര്യമോ എന്നോട് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഉലകമെമ്പാടും ചിതറി പാർക്കുന്ന ഈ യഹൂദനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ആ കൽപ്പന ലഭിച്ചു എന്ന് പറയുന്ന 12 അപ്പോസ്തലന്മാരിൽ തന്നെ തലവനായിരിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ തൂണുകൾ എണ്ണപ്പെടുന്ന പത്രോസും യാക്കോബും യോഹന്നാനും, അതിലെ പത്രോസ് അപ്പോസ്തലനാണ് ഇവിടെ പറയുന്നത്, ഈ ജാതികളുടെ ഭവനത്തിൽ വരാൻ എനിക്ക് പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? നമുക്കൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാം. ഈ പത്രോസ് അപ്പോസ്തലന് എങ്ങനെ അത് പറയാൻ കഴിയും? 6 വർഷം കൽപ്പന ലഭിച്ച്, ഗ്രേറ്റ് കമ്മീഷൻ ലഭിച്ച് 6 വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു ജാതിയന്റെ വീട്ടിൽ വന്നിരിക്കുക. അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവനുണ്ട്, അദ്ദേഹത്തിന്റെ ബന്ധക്കാരും സ്വന്തക്കാരുമായിട്ടുള്ളവരെല്ലാം മുഴുവനുണ്ട്. അത്രയും ഒരു ജാതികളുടെ ഗ്രൂപ്പിനെ കിട്ടുമ്പോഴത്തേനും പത്രോസ് അപ്പോസ്തലൻ വന്നിട്ട്, കൊർന്നല്യോസ് ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ട് അവിടെ വന്നിട്ട്, താങ്കളോട് സുവിശേഷം അറിയിക്കുവാൻ എന്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവിനെ കുറിച്ച് അവിടെ പ്രസംഗിക്കാനുള്ള ഒന്നാന്തരം വേദി കിട്ടിയിരിക്കുക. അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുക, എനിക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല കൊർന്നല്യോസേ, താങ്കൾ എന്തിനാണ് എന്നെ വിളിപ്പിച്ചതെന്ന് പറയാൻ പറയുക. ആ ഒരു രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ കൊർന്നല്യോസ് നഷ്ടപ്പെട്ടു പോകുന്നു, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഗ്രേറ്റ് കമ്മീഷൻ അനുസരിച്ച് കൊർന്നല്യോസിന്റെ വീട്ടിൽ വന്നതല്ല. ഈ പത്രോസ് അപ്പോസ്തലൻ താൻ താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച് ദൈവം തന്നോട് ഇടപെടുകയും ഇവരത് വന്ന് വിളിച്ചപ്പോൾ അവരുടെ കൂടെ വരികയും ചെയ്ത് അങ്ങനെ നിർബന്ധത്താൽ ഇവിടെ വന്നിരിക്കുക. ഇവിടെ വന്നിട്ട് അവരോട് പറയുന്നത്, എന്നെ എന്തിനു വിളിപ്പിച്ചു എന്ന് ചോദിക്കുക. എനിക്കിവിടെ വരാൻ പറ്റത്തില്ല എന്ന് താങ്കൾക്ക് അറിയത്തില്ല, പിന്നെ എന്തിനെന്നെ വിളിപ്പിച്ചു? ഞാനൊരു വാക്ക് നിങ്ങളെ കാണിക്കാം. ഇവിടെ അപ്പോസ്തലപ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം, അതാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ 28ഉം 29ഉം വാക്യങ്ങൾ ഞാനൊന്ന് പ്രൊജക്ട് ചെയ്യാം, നിങ്ങളൊന്ന് നോക്കിക്കാട്ട്. ഇവിടെ പറയാണ്, ഇവിടെ പത്രോസ് അപ്പോസ്തലൻ അവന്റെ വീട്ടിൽ വന്നു. അവിടെ വന്നിട്ട് അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്ത് ചെന്നു. അനേകർ വന്നു കൂടിയിരിക്കുന്നത് കണ്ടു. അവനോട്, അതായത് തന്റെ ബന്ധക്കാരും സ്വന്തക്കാരും ഒക്കെ ആയിട്ട് അനേകർ ആ വീട്ടിൽ വന്നു കൂടിയിട്ടുണ്ട്. അവരെ കണ്ടിട്ട് പത്രോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? കണ്ടില്ലേ? ഇവിടെ പറയുകയാണ്, യഹൂദൻ ഇത് നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും മനസ്സിലായ, ഞാനത് അവിടേക്ക് വരാം. ഇവിടെ പറയാണ്, ആൻഡ് ഹി സെഡ് unto them, you know that it is an unlawful thing for a man that is a Jew to keep company or come unto one of another nation. അതായത് ഒരു ജാതിയന്റെ വീട്ടിൽ പോകുന്നത് യഹൂദന് നിഷിദ്ധമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് ചോദിക്കുക. എങ്കിലും ഒരു മനുഷ്യനെയും മലിനമോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. എന്ന് കാണിച്ചെന്ന് പൗലോസ് അപ്പോസ്തലനെ അല്പം മുമ്പ്, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് അല്പസമയം ഉറങ്ങിയപ്പോൾ ഒരു ദുപ്പട്ടിയൊക്കെ ഇറക്കി കാണിച്ച് കർത്താവിനെ കാണിച്ചു തന്നിരിക്കുന്നു. അങ്ങനെ കാണിച്ചു തന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നത്, അല്ലെങ്കിൽ വരത്തില്ലായിരുന്നു. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിര് പറയാതെ വന്നത്.
അല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു, ഞാൻ എതിര് പറഞ്ഞേനെ. എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടുത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, പത്രോസ് അപ്പോസ്തലന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് നോക്കണം. ഈ വീട്ടിൽ ഒന്നാം തരം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുക. ഇവിടെ വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല സഹോദര കൊർന്നല്യോസേ, എന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് ചോദിക്കുക. ഞാനൊരു രസകരമായ സംഗതി പറയാം. ഈ പത്രോസ് അപ്പോസ്തലൻ താമസിക്കുന്ന എവിടാന്നറിയാമോ? ഇദ്ദേഹം താമസിക്കുന്ന ഈ യോപ്പയല്ല. യോപ്പയിൽ എവിടെ താമസിക്കുന്നത്? അവിടെ ശിമോൻ എന്ന് പറയുന്ന ഒരു തോൽ കൊല്ലക്കാരനുണ്ട്. തോൽ കൊല്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തോൽക്കൊല്ലൻ എന്ന് പറഞ്ഞാൽ ടാനർ, അതായത് തോലിന്റെ പണി ചെയ്യുന്ന ആള്, ലെതർ വർക്ക്സ് ചെയ്യുന്ന ആള്. വേറെ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്, ഈ ഒരു നാറിയ പണിയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോലിന്റെ പണിയാണ്. ആ തോൽ എങ്ങനെ ഉരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൃഗങ്ങളെ കൊണ്ടുവരും, ചത്ത മൃഗങ്ങളെ കൂട്ടത്തോട് കൊണ്ടുവന്നിട്ട് അതിന്റെ തോൽ ഉരിക്കും. ആ തോൽ ഉരിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര നാറ്റം, അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാര്യം ചത്ത മൃഗമാണ്, ചത്ത് നാറിയ ഇറച്ചിയാണ്. അതിന്റെ രക്തവും ആ നാറിയ ഇറച്ചിയും എല്ലാം കൂടെ ഈ തോല്, ചത്ത മൃഗത്തെ അതിന്റെ തോൽ ഉരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതോ അല്ല സുഖകരമായ ഒരു പണിയല്ല. അങ്ങനെ പണി ചെയ്യുന്നവരെല്ലാം സാധാരണ എവിടെയെങ്കിലും ആറ്റിന്റെയോ തോട്ടിന്റെയോ ഒക്കെ കരയ്ക്കാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹവും താമസിക്കുന്നത് ഒരു എന്താ പറയുന്നത്, ആ ഒരു കടലിന്റെ കരയ്ക്ക്. അതിന്റെ 6-ാമത്തെ വാക്യം കണ്ടില്ലേ? ഈ വാക്യത്തിന്റെ തന്നെ 6-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ പറയുകയാണ്, അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു, അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? ഇവർ കടൽപ്പുറത്തും ഈ തോട്ടിന്റെ ആറ്റിന്റെ ഒക്കെ കരയ്ക്ക് താമസിക്കത്തുള്ളൂ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടാനറാണ്, തോൽ കൊല്ലക്കാരനാണ്, നാറിയ പണിയാണ്. ഇതിനെ വെള്ളത്തിൽ എപ്പോഴും കഴുകുകയോ ഒലയ്ക്കുകയോ ഒക്കെ ചെയ്യണം. അതിന് സൗകര്യമുള്ളിടത്ത് നിൽക്കത്തുള്ളൂ. ആ തോൽ കൊല്ലക്കാരൻ ശിമോന്റെ കൂടെ അദ്ദേഹത്തിന്റെ തട്ടമ്പുറത്താണ്, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ മേളത്തെ മാടിയിലാണ് പത്രോസ് അപ്പോസ്തലൻ താമസിക്കുന്നത്. ഇദ്ദേഹത്തിന് അവിടെ താമസിക്കാൻ ഒരു പ്രശ്നവുമില്ല. ഈ നാറിയ വീട്ടിൽ അവിടെ ആ മേളിൽ കയറി കിടക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല. കാര്യം അദ്ദേഹം യഹൂദനാണ്. ഇവിടെ ഒരു ജാതിയന വന്നിരിക്കുന്ന ചില്ലറക്കാരന്റെ വീട്ടിലല്ല, റോമൻ പട്ടാളമാണ്. അതിന്റെ ശതാധിപൻ, സെഞ്ചുറിയൻ ആയിരിക്കുന്ന കൊർന്നല്യോസിന്റെ ബംഗ്ലാവിൽ വന്നിരിക്കുക. അയാളുടെ ഷൂ തുടച്ചു കൊടുക്കാൻ അവിടെ 2 പട്ടാളക്കാരൻ നിപ്പുണ്ട്. അതുപോലെ ആഡംബരമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ വന്നിട്ടും പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, കൊർന്നല്യോസേ, എനിക്ക് തന്റെ വീട്ടിൽ വരാൻ കഴിയത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ആൻ അൺലോഫുൾ തിങ്. അതായത് പ്രമാണപ്രകാരം വിലക്കിയിരിക്കുന്ന കാര്യം. അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം. എന്താ പത്രോസ് അപ്പോസ്തലൻ ഈ പറയുന്നത്? താങ്കളെ അല്ലേ ഈ ഗ്രേറ്റ് കമ്മീഷൻ ഏൽപ്പിച്ചിരിക്കുന്നത്? പിന്നെന്താണ് ഇപ്പോഴിങ്ങനെ പറയുന്നത്? യു നോ ദാറ്റ്, ഇവിടെ പറഞ്ഞു കേട്ടോ, ആൻഡ് ഹി സെഡ് യു നോ ദാറ്റ് ഇറ്റ് ഈസ് ആൻ അൺലോഫുൾ തിങ്. കണ്ടോ? നിയമപ്രകാരം വിലക്കിയിരിക്കുന്ന സംഗതിയായി. ഇറ്റ് ഈസ് ആൻ അൺലോഫുൾ തിങ് ഫോർ എ ജൂ ടു കീപ് കമ്പനി ഓർ കം അൺ ടു വൺ ഓഫ് അനദർ നേഷൻ എന്ന് പറയുന്നത്. ഇവരോടാണോ നിങ്ങൾ ഗ്രേറ്റ് കമ്മീഷൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത്? പത്രോസ് അപ്പോസ്തലന്റെ സ്ഥിതി ഇതാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്താ? ഇവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു ജാതിയുടെ അടുക്കൽ പോകാൻ പറ്റത്തില്ല. വണ്ടർഫുൾ ഗ്രൂപ്പിനെ പത്രോസിന് കയ്യിൽ കിട്ടിയിരിക്കുക. അവിടെ വന്നിട്ട് പറയുന്നത്, സഹോദരൻ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഏത് ജാതികളുടെ അടുക്കൽ പോയി ആരെ സുവിശേഷം പറഞ്ഞു എന്നാണ് നിങ്ങൾ ഈ വിശ്വസിക്കുന്നത്? ഇവരോട് സത്യത്തിൽ ഒരു ജാതിയുടെ അടുക്കൽ പോകാൻ പറഞ്ഞിട്ടില്ല. ഇത് ഒരു വൺസ് ഓഫ് കേസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അന്നെന്തോ പത്രോസ് അപ്പോസ്തലൻ എന്തോ അബദ്ധം പറ്റിയതായിരിക്കും എന്നൊക്കെ വേണേൽ പറയാം. 11-ാമത്തെ അധ്യായം ഞാൻ കാണിക്കാം. ഇവിടുത്തെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് പത്രോസ് അപ്പോസ്തലൻ തിരിച്ചങ്ങ് യെരുശലേമിൽ ചെല്ലുക. ആ യെരുശലേമിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള ബാക്കി 11 പേരുടെ സ്ഥിതി എന്താന്ന് നോക്കിയാട്ട് 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ജാതികളും ദൈവവചനം കൈക്കൊണ്ടുവന്ന അപ്പോസ്തലന്മാര് യഹൂദിലുള്ള സഹോദരന്മാര് കേട്ടു. അതായത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞു ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവം നടന്നു എന്നുള്ളത്. അപ്പോൾ അവരുടെ പ്രതികരണം എന്താ? പത്രോസ് യെരുശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. എന്തിനാ പരിച്ഛേദനക്കാരെ വാദിക്കുന്നത്? 12 അപ്പോസ്തലന്മാര് ബാക്കി 11 പേരും അവരോട് കൂടെ നിൽക്കുന്ന ആൾക്കാരും പത്രോസിനോട് വാദിക്കുക. നിങ്ങളെ ഗ്രേറ്റ് കമ്മീഷൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനല്ലേ? ഗ്രേറ്റ് കമ്മീഷൻ ഇവരെ ഏൽപ്പിച്ചു. പിന്നെ എന്തിനാ വാദിക്കുന്നത്? ജാതികളുടെ അടുക്കൽ പോയി പറഞ്ഞാൽ എന്തിനാ വാദിക്കുന്നത്? അടുത്ത വാക്യം കണ്ടില്ല? അടുത്ത വാക്യത്തിൽ പറയും, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്നു അവരോടുകൂടെ ഭക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തോ ഒരു അന്യായം ചെയ്ത മാതിരിയാ പറയുന്നത്. അഗ്രചർമ്മികളുടെ അടുക്കൽ പോയിരിക്കുന്നു, അവിടെ പോയി ഭക്ഷണം കഴിച്ചിരിക്കുന്നു. പത്രോസേ, താങ്കൾ ഹൗ ഡെയർ യു ആർ, എന്താ താങ്കൾ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക. ഇതാണ് ബാക്കി 11 പേരുടെ സ്ഥിതി. അതായത് പത്രോസിനെ അവര് ശരിക്കും ലിറ്ററലി ഗ്രില്ല് ചെയ്യുക. താൻ എന്താ പണി അവിടെ ജാതികളുടെ വീട്ടിൽ പോയി അവരോട് ചേർന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നേക്കാളെ ചോദിക്കുക. ഇതാണ് ആ യഹൂദന്മാരുടെ സ്ഥിതി. ഇവർക്ക് എങ്ങനെയാണ് ജാതികളെ രക്ഷിക്കാൻ അവരെ ഗ്രേറ്റ് കമ്മീഷൻ ഏൽപ്പിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? ഈ 10-ാമത്തെ അധ്യായം ശാന്തമായിട്ടൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളാ പറയുന്നത് 2-ാമത്തെ അധ്യായത്തിൽ ജാതികളെല്ലാം കൂടെ കൂടി പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും ജാതികളും യഹൂദന്മാരും എല്ലാം കൂടെ ചേർന്ന് അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചു എന്നൊക്കെ. ഇവിടെ അപ്പം നുറുക്കിയാണ് 10-ാമത്തെ അധ്യായത്തിൽ അപ്പം നുറുക്കിയാനാണ് ഇവിടെ ബഹളം
ഉണ്ടാകുന്നത്? രണ്ടാമത്തെ അധ്യായത്തിൽ അപ്പം നുറുക്കിയത് ഞാനൊന്ന് കാണിച്ചു തരാം. രണ്ടാമത്തെ അധ്യായത്തിൽ മരുന്നിനെടുക്കാൻ ഒരു ജാതിയനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അവിടെ നടക്കുന്നത് പെന്തക്കോസ്ത് പെരുന്നാളാണ്. പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന് കൊടുത്തിരിക്കുന്ന 7 പെരുന്നാളിൽ 4ാമത്തെ പെരുന്നാളാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന 1ാമത്തെ പെരുന്നാള് പെസഹ പെരുന്നാള്, ആദ്യ ഫലക്കറ്റയുടെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്, ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാള്. ഈ മൂന്നും കൂടെ ഒരു ട്രിപ്പിന് അവർ ആചരിക്കും. അത് കഴിഞ്ഞിട്ട് 3 മാസം കഴിയുമ്പോൾ പെന്തക്കോസ്ത് പെരുന്നാൾ വരും. അതായത് എന്താ പറയുന്നത്, വാരഫല പെരുന്നാൾ എന്ന് പറയുന്നത്, അതായത് 7 ആഴ്ചകൾ കഴിഞ്ഞു വരുന്ന 49 ദിവസം കഴിഞ്ഞ ഒരു 50ാമത്തെ ദിവസം. അത് അവർക്ക് കൊടുത്തിരിക്കുന്ന പെരുന്നാളാ. ആ പെന്തക്കോസ്ത് പെരുന്നാളിലേക്ക് ഒത്തിരി അർത്ഥമുള്ളത്. ഞാനത് അടുത്ത ദിവസം ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്, ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാം. അത് കഴിഞ്ഞിട്ട് കാഹള പെരുന്നാള്, മഹാപാപ പരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ, ഇങ്ങനെ അടുത്ത 3 പെരുന്നാളുകൾ വരും. ഇത് 3ഉം കൂടെ ചേർന്ന് 3ാമത്തെ ട്രിപ്പായിട്ട് അവർ അതിനെ ആചരിക്കും. 1ാമത്തേത് 3 പെരുന്നാള്, 2ാമത്തേത് 1 പെരുന്നാള്, 3ാമത്തേത് അടുത്ത 3 പെരുന്നാൾ. അങ്ങനെ 3 3ന്റെ ഒരു സെറ്റും 1ന്റെ ഒരു സെറ്റും, അങ്ങനെ 3 പ്രാവശ്യമായിട്ട് 7 പെരുന്നാൾ ആചരിക്കണം. ഈ 2ാമത്തെ സെറ്റ് പെരുന്നാൾ, അതായത് പെന്തക്കോസ്ത് പെരുന്നാൾ നടക്കുക. ഉലകം മുഴുവൻ അവർ ചിതറിപ്പോയിരിക്കുക. BC 700കളിൽ അസീറിയൻ പ്രവാസത്തിൽ അവരെ പിടിച്ചോണ്ട് പോയ കാലം മുതലേ, അതിനുശേഷം BC 600കളിൽ ബാബിലോൺ പ്രവാസത്തിൽ അവരെ പിടിച്ചോണ്ട് പോയ കാലം മുതലേ അവർ മുഴുവൻ ചിതറിപ്പോയിരിക്കുക. അവിടെ നിന്ന് അവർക്ക് യെരുശലേമിൽ വരണം. ആണ്ടിൽ 3 പ്രാവശ്യം 20 വയസ്സിന് മേൽപോട്ടുള്ള എല്ലാ പുരുഷന്മാരും തിരിച്ച് യെരുശലേമിൽ എത്തണം. അങ്ങനെ പെന്തക്കോസ്ത് പെരുന്നാളിന് വള്ളം കയറി, വണ്ടി കയറി, കഴുതപ്പുറത്തും കുതിരപ്പുറത്തും നടന്നു നോക്കിയായിട്ട് ആഴ്ചകൾ യാത്ര ചെയ്ത് ഇവർ യെരുശലേമിൽ എത്തിയിരിക്കുക. വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റിന് കയറി അങ്ങ് പോകത്തില്ല. അവിടെ ട്രെയിനോ ട്രെയിലർ ലോറികളോ ഒന്നുമില്ല. എല്ലാം ഇതുപോലെ അവരെത്തി ഒരാഴ്ചയോളം അവിടെ താമസിച്ച് ഇതാ പറയുന്നത്, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, ആ സങ്കീർത്തനങ്ങളിലെ ആരോഹണ ഗീതം എന്ന് പറയുന്നത്. ഇവര് പാട്ടുപാടി യെരുശലേമിലേക്ക് ഈ പെരുന്നാളുകൾ ആഘോഷിക്കാൻ വരുന്ന ദിനമാണ് ഈ ആരോഹണ ഗീതങ്ങൾ എന്ന് പറയുന്നത്. ഇത് യഹൂദന്റെ പെരുന്നാളാണ്. ഇവിടെ ഒരു ജാതിയനെ മരുന്നിനെടുക്കാൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഹജ്ജ് പെരുന്നാളിന് സൗദി അറേബ്യയിലെ ആ കാണുന്ന ജനക്കൂട്ടത്തിനിടയിൽ മുഴുവൻ ഹിന്ദുക്കളും സർദാർമാരും അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളുമാ നിൽക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതുപോലെ ഈ യെരുശലേമിൽ പെന്തക്കോസ്ത് പെരുന്നാൾ നടക്കുക. പതിനായിരങ്ങൾ കൂടിയിരിക്കുക. അവിടെ വരുന്നിടത്ത് അവിടെ ജാതികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് വെളിവുള്ളവരാരും അങ്ങനെ പറയത്തില്ല. മരുന്നിനെടുക്കാൻ ഒരു ജാതിയനെ കിട്ടില്ല. ആരെങ്കിലും അവിടെ പെട്ടുപോട്ടുണ്ട്, ചവിട്ടുകൊണ്ട് ചത്തുപോത്തേ ഉള്ളൂ. അതുപോലെ ജനം എത്തിയിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഞാൻ പെന്തക്കോസ്ത് പെരുന്നാൾ 2ാമത്തെ ദിവസത്തെ ഒരു വാക്യം ഒന്ന് കാണിക്കാം. 2ാമത്തെ അധ്യായം, അതായത് പെന്തക്കോസ്ത് പെരുന്നാളിന്റെ കാര്യം പറയുമ്പോൾ 2ാമത്തെ അധ്യായം അതിന്റെ 41 42ാമത്തെ വാക്യം ഒന്ന് കാണിക്കാം. 2ാമത്തെ അധ്യായത്തിന്റെ 41 അവിടെ പറഞ്ഞു കണ്ടോ, അവന്റെ വാക്കുകൊണ്ടവർ കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000ഓളം പേർ അവരോട് ചേർന്നു. അവർ സഭയോട്, യഹൂദന്റെ പദ്ധതിയോട് ചേരുക. അന്ന് നിങ്ങൾ ഈ യോവേൽ പ്രവചനമൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അവിടെ പറയുന്നത് കേൾക്കാം, സിയോനിൽ ഒരു കാഹളം ഊതുവീൻ, സഭായോഗം വിളിപ്പീൻ, സഭയെ ശുദ്ധീകരിപ്പീൻ. ഏത് സഭയുടെ കാര്യമായി പറയുന്ന യോവേൽ പ്രവാചകനൊക്കെ? മോശയോട് ചോദിച്ചു കഴിഞ്ഞാൽ മോശ വിൽഡർനെസ്സിലെ ചർച്ചിനെ കുറിച്ച് പറഞ്ഞേക്കാം, സഭ മരുഭൂമിയിലെ സഭ. എത്രയോ സഭയെ കുറിച്ച് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയും. കർത്താവ് യേശു ക്രിസ്തു തന്നെ പ്രസംഗിക്കുന്ന എത്രയോ ഇൻസ്റ്റൻസ് ഉണ്ട്. അവൻ സഭയ്ക്ക് അനുസരിക്കാതിരിക്കുമ്പോൾ അവരെ ചെന്ന് 2-3 പേരുടെ വായ്മൊഴിയാൽ അവരോട് ചെന്ന് പറയുക, അവരെയും കൂട്ടാക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അവൻ സഭയ്ക്ക് പുറത്താകട്ടെ. ഏത് സഭയുടെ കാര്യമാണ് കർത്താവ് ഈ പറയുന്നത്? കർത്താവ് ലോകത്തിൽ ശുശ്രൂഷിക്കുമ്പോഴത്തെ സഭയുടെ കാര്യമായി പറയുന്നത്, ആ സഭയോട് ചേരുന്ന കാര്യമായി പറയുന്നത്. 3000 പേര് സഭയോട് ചേർന്നു. ആൻഡ് 3000 souls added unto the church. അവിടെ ഒരു പുതിയ സഭ സ്ഥാപിച്ചു എന്നല്ല പറയുന്നത്. കുറെ ജാതി ആൾക്കാരിനോട് ചേർന്നുണ്ട് അവിടെ ഒരു പുതിയ സഭ സ്ഥാപിച്ചു എന്നൊക്കെ. എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നതെന്ന് അറിയത്തില്ല. 5000 പേര് അടുത്ത ദിവസം പത്രോസ് അപ്പോസ്തലൻ 3ാമത്തെ അധ്യായം നോക്കിയാൽ കാണാം. 3ാമത്തെ അധ്യായത്തിന്റെ 1ാമത്തെ വാക്യം കണ്ടില്ലയോ? പത്രോസും യോഹന്നാനും കൂടെ പിറ്റേ ദിവസം പള്ളിയിൽ പോകുന്ന രംഗമാണ്. ഇവിടെ ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം, ഇത് 9-ാം മണി നേരം എന്ന് പറഞ്ഞാൽ വൈകിട്ടത്തെ 3 മണിയാണ്, യാഗപ്രാർത്ഥന നടക്കുക. യെരുശലേം ദേവാലയത്തിൽ യാഗപ്രാർത്ഥന നടക്കുന്ന അറ്റൻഡ് ചെയ്യാൻ പോവുക. ഈ പെന്തക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമാണ്. മനസ്സിലായോ? അവരെല്ലാം അവിടെ പോകുന്ന, അവരാ യാഗപ്രാർത്ഥനയും ആ കാര്യങ്ങളുമായിട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു പുതിയ ചർച്ചും ആരംഭിച്ചിട്ടില്ല. കമ്മിങ് ബാക്ക് ടു ദ സെക്കൻഡ് ചാപ്റ്റർ, അവിടെ 42ാമത്തെ വാക്യം ഞാനിപ്പോ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ പറയാണ്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഓഫ് കോഴ്സ് കറക്റ്റ് ആണ്. അത് യഹൂദന്മാരാ. ഇവിടെ ഒരു ജാതികളും ഇല്ല. ഇവിടെ ജാതികൾ 10ാമത്തെ അധ്യായത്തിൽ അപ്പം കഴിച്ചതിനാണ് ഈ പത്രോസിന്റെ തല നിന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 2ാമത്തെ
രണ്ടാമത്തെ അധ്യായത്തിൽ 46-ാമത്തെ വാക്യം കണ്ടില്ലേ? 46-ാമത്തെ വാക്യം, സകലവും പൊതുവകയെന്ന് എണ്ണി. ഇത് യഹൂദന്മാരുടെ കാര്യമാണ് പറയുന്നത്. ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിട്ടു. താങ്കളുടെ വിഷയമേ ഇവിടെ പ്രതിപാദിക്കുന്നില്ല. ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും, ആര്? ദേവാലയത്തിൽ ജാതികൾ അല്ലെ? ഒരു ഒരു എന്താ പറയുന്നത്, അതിന്റെ ഒരു ഔട്ടർ കോർട്ട്യാർഡ് ഉണ്ട്. അതിന്റെ ഒരു സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ മരണത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദി എന്ന് എഴുതി വെച്ചിരിക്കുക. ഇവിടെ കണ്ടില്ലയോ? ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കുകയും കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും. ഓഫ് കോഴ്സ് ഒരല്പം സെൻസോട് ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. യഹൂദനല്ലാതെ ഒരു ജാതി എന്നും 2-ാമത്തെ അധ്യായത്തിലില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ അവിടെ ഒരു പുതിയ ഒരു വിശ്വാസവും ആരംഭിച്ചിട്ടില്ല. അവരുടെ പിതാക്കന്മാർ കൊടുത്തിരുന്ന വാഗ്ദത്തത്തിന്റെ നിവൃത്തി അവിടെ ഉണ്ടാകുന്നത്. ഞാൻ ചില വാക്യങ്ങളൂടെ വായിച്ചു കേൾപ്പിക്കാം. അവർ യോവേൽ പ്രവാചകനിൽ കൂടി, യിരെമ്യാ പ്രവാചകനിൽ കൂടി, യെശയ്യാ പ്രവാചകനിൽ കൂടി അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നിവർത്തീകരണം അവിടെ നടക്കുന്നത്. യെശയ്യാ 43-44 വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, എൻ്റെ സന്തതിമേൽ ഞാൻ എൻ്റെ അനുഗ്രഹത്തെയും എൻ്റെ സന്താനത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെയും പകരും എന്നൊക്കെ യെശയ്യാ പ്രവാചകനിലൂടെ ഒക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ആത്മ പകർച്ച ഇവിടെ ഉണ്ടായിരിക്കുക. ഇതൊന്നും നിങ്ങളോട് പറയുന്ന കാര്യമല്ല. നിങ്ങൾ ആ സമയത്ത് ഇതിന് 8ക്കും 7ക്കും അടുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് ഇതാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം അവിടെ പറയുകയാണ്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും. ഈ സംബന്ധമില്ലാത്തവർ നിങ്ങൾ പറഞ്ഞാൽ അറിയാമോ? മനസ്സിലാവുന്നുണ്ടോ എന്തോ അതിന്റെ അർത്ഥം? വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾ, അവരുടെ പിതാക്കന്മാർ കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അതിന്റെ നിയമങ്ങൾക്ക് നിങ്ങൾ അന്യര്, അതിന് പ്രത്യാശയില്ലാത്തവരാ, ലോകത്തിൽ ദൈവമില്ലാത്തവരുമാണ്. ഇതാ നിങ്ങളുടെ സ്ഥിതി. നിങ്ങൾ അവിടെ പോയി അവരോട് അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൂടെ അപ്പം കഴിച്ചു എന്നൊക്കെ പറയുന്നത്, നിങ്ങളുടെ വിളി വേറെയാ. നിങ്ങളെ ദൈവം തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക. അത് ഈ കൂട്ടത്തിലുള്ള വിളിയല്ല. കാര്യത്തെ മനസ്സിലാക്കേണ്ട രീതി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കംപ്ലീറ്റ് വിഷയത്തിൽ നമ്മൾ കുഴഞ്ഞു പോകും. ഓക്കെ, നമ്മൾ കൊർന്നല്യോസിന്റെ സ്നാനത്തിലാണല്ലോ നിൽക്കുന്നത്, അതിലേക്ക് തന്നെ വരാം. കൊർന്നല്യോസിന്റെ സ്നാനം, അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം. ഇവിടെ കൊർന്നല്യോസിന്റെ അടുക്കൽ പത്രോസ് അപ്പോസ്തലൻ വന്ന് സംസാരിക്കുന്നത് ഞാൻ അല്പം മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി അതിനുശേഷം എന്താണ് പത്രോസ് അപ്പോസ്തലൻ അവിടെ സംസാരിച്ചതെന്ന് നമുക്ക് നോക്കാം. എന്താണ് അദ്ദേഹം അവിടെ സംസാരിച്ചത്? അവിടെ സംസാരിച്ച സുവിശേഷം എന്ന് പറയുന്നത് 10-ാം അധ്യായം അതിന്റെ 34-35 വാക്യങ്ങൾ. അത് ഞാനൊന്ന് പ്രൊജക്ട് ചെയ്യാം. 34-35 വാക്യങ്ങൾ അവിടെ പറയാണ്, അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുന്ന രീതിയിൽ അവിടുത്തെ ആ ഒരു ആത്മപകർച്ച, അവിടുത്തെ ആ ഒരു അനുഭവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് പത്രോസ് അപ്പോസ്തലൻ വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും, അതായത് ദൈവത്തിന് അങ്ങനെ മുഖപക്ഷമൊന്നുമില്ല, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ഇതാണ് അവിടെ പ്രസംഗിച്ചത്. അതായത് ഏത് ജാതിയായാലും പ്രശ്നമില്ല, ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം മാനിക്കുന്നു, അനുഗ്രഹിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായിട്ട് മനസ്സിലാക്കുന്നു എന്നാണ് പത്രോസ് അപ്പോസ്തലനോട് പ്രസംഗിക്കുന്നത്. അതായത് നമ്മൾ നീതി പ്രവർത്തികൾ ചെയ്യണം. ഇതാണോ ക്രിസ്തീയ വിളി? നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു അതാണോ? ഇങ്ങനെ ക്രിസ്ത്യാനി രക്ഷിക്കപ്പെടുന്നത് നീതി പ്രവർത്തികൾ ചെയ്തിട്ടാ? അത് യഹൂദന്റെ വിളി, അത് അവർക്ക് ചെയ്യാനുള്ള കാര്യമാണ്. നമ്മൾ അത് ചെയ്യുന്നത് രക്ഷിക്കപ്പെട്ടതിന്റെ ഫലമായിട്ട് അല്ല, രക്ഷിക്കപ്പെടാനല്ല. ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെടുന്ന കൃപയാലല്ലോ, വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം ഇത് നമ്മുടെ നാഷണൽ ആന്തമാണ്. അതായത് കൃപയാലല്ലോ, വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നത്. ഇത് കണ്ടില്ലേ? വിശ്വാസം മൂലം. ഇവിടെ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടല്ല, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അറിയാം. ഇറ്റ് ഈസ് എ മിയർ ഗിഫ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് യുവർ മെറിറ്റ്സ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് യു ആർ സേവ്ഡ്. അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ടോ, ആരും പ്രശംസിക്കാതിരിപ്പാൻ ഒരു പ്രവൃത്തികളും കാരണമല്ല. പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഉപദേശം എന്ന് പറയുന്നത്. ഇവിടെ ഒരു നീതി പ്രവൃത്തിയും ചെയ്യുന്നവനെ രക്ഷിക്കുന്ന പദ്ധതിയല്ല ഈ ക്രിസ്തീയ പദ്ധതി എന്ന് പറയുന്നത്. ഇവിടെ കൃപയാൽ വിശ്വാസം മൂലം കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ വിശ്വാസത്താൽ ആഴമായ സമർപ്പണത്തിൽ നാം രക്ഷിക്കപ്പെടുകയാണ്. അതാണ് നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന ഒരു രക്ഷിത ഗണമാണ് ക്രിസ്തീയ പദ്ധതി എന്ന് പറയുന്നത്. അത് യഹൂദിയ പദ്ധതി അല്ല. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ കൊർന്നല്യോസിന്റെ വീട്ടിൽ പ്രസംഗിക്കുന്നതും അവിടെ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ അയാൾ ഒരു യഹൂദിയ വിശ്വാസിയായിട്ട് മാറുക.
ഒരു ജൂവിഷ് പ്രോസലൈറ്റ് ആയിട്ട് മാറുക. അദ്ദേഹം കിങ്ഡം ഗോസ്പെല്ല പ്രത്യാശ വെക്കുന്നത്. കർത്താവിന്റെ രണ്ടാം വരവ് ഉലകത്തിലേക്ക് വരുന്നത് രാജാതി രാജാവായിട്ട് ഒലിവ് മലയിൽ കാല് ചവിട്ടി 1000 ആണ്ട് കർത്താവ് ഇവിടെ വാഴുന്നതും അന്ന് വരെ മരിച്ചുപോയവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് റിസറക്റ്റഡ് ആയിട്ട് ഉയർത്തെഴുന്നേറ്റ് അവർ ആ തേജസ്സിന്റെ സിംഹാസനത്തിൽ നിന്ന് അവർക്ക് ഉള്ള പ്രതിഫലങ്ങൾ സ്വീകരിച്ച് 1000 ആണ്ട് വാഴ്ച ആ സ്വർഗീയ രാജ്യം എന്ന് പറയുന്ന ആ ഒരു 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കുകയും അതിന്റെ അവസാനത്തിൽ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ആ സ്വർഗീയ ഭവനം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അതിൽ അവർ നിത്യം വസിക്കുകയും ചെയ്യുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. ആ ഒരു ജൂവിഷ് പ്രോസലൈസേഷൻ പ്രോസസ്സിലേക്കാണ് ഈ കൊർന്നലിയോസ് എന്ന് പറയുന്ന അദ്ദേഹം കടന്നിരിക്കുന്നത്. നമ്മുടെ വിളി അതല്ല, നമ്മുടെ പദ്ധതി ഞാൻ ഒരു അല്പം കൂടെ നിങ്ങളൊന്ന് കാണിച്ചോട്ടെ. ഈ എഫേസ്യ ലേഖനത്തിന്റെ തന്നെ നമ്മളത് എടുത്ത ഭാഗം അതിന്റെ 1-ാമത്തെ അധ്യായം 7-ാം വാക്യം പറയുന്നത് കണ്ടോ? അവനിൽ ആരില്ല? കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് കർത്താവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം. അതിക്രമമൊന്നുമല്ല, ശരിക്കും പാപമാണ്. പാപത്തിന്റെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് കർത്താവിന്റെ രക്തത്താല. ഇംഗ്ലീഷിൽ പറഞ്ഞുണ്ടോ? ഇൻ ഹും വി ഹാവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്, ദ ഫോർഗീവ്നെസ് ഓഫ് സിൻസ്. നമ്മുടെ പാപങ്ങളുടെ മോചനമാണ്. ഫോർഗീവ്നെസ് ഓഫ് സിൻസ് അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്. കർത്താവിന്റെ കൃപയാൽ നമ്മുടെ അതിക്രമങ്ങളല്ല, ശരിക്കും പാപങ്ങളുടെ മോചനം. അതിക്രമങ്ങൾ എന്നൊക്കെ അവിടെ എഴുതിയേക്കുന്ന കാരണം അതിന്റെ ഒറിജിനൽ അർത്ഥം എന്താ നമുക്ക് അറിയത്തില്ല. ഈ വാക്യം പവർഫുൾ വാക്യമായി എഴുതിയിരിക്കുന്നത്. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് പറഞ്ഞിരിക്കുക. ഒരു വാക്യം കൂടെ ഒന്ന് കാണിച്ചുവിട്ടെ. കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യം കണ്ട് അവിടെ പറയുകയാണ്, പാപം അറിയാത്തവനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം പാപമാക്കിയിരിക്കുക. എന്തിന്? നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. അങ്ങനെ കർത്താവിനെ ആകാശത്തിനും ഭൂമിക്കും നടുവിൽ കാൽവറിയിൽ 3 ആണികളിൽ തൂങ്ങി നമുക്ക് വേണ്ടി ആ കാൽവറിയിൽ നിൽക്കുക. അവനിലുള്ള വിശ്വാസത്താൽ നമ്മെ പിതാവായ ദൈവത്തോട് റിക്കൺസൈൽ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ക്രിസ്തീയ പദ്ധതി എന്ന് പറയുന്നത്. പിതാവായ ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ കർത്താവായ യേശു ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ആ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അംബാസഡേഴ്സ് ആയിട്ട് ആ പിതാവായ ദൈവത്തിനോട് എല്ലാവരും നിരന്നുകൊള്ളുവീൻ എന്നുള്ള ആ നിരപ്പിന്റെ വചനം ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഇത് പിതാവായ ദൈവം ഞങ്ങൾ മുഖാന്തരം ലോകത്തോട് പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. ഞാനിപ്പോ കാണിച്ച ആ വാക്യത്തിന്റെ തൊട്ടു മുമ്പുള്ള 2 വാക്യങ്ങളാണ്. 19-ാമത്തെ വാക്യം പറയുന്നത് കണ്ടോ? ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ, അതായത് എന്റെയും നിങ്ങളുടെയും, ലോകം എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യനും അതിൽ വരും. എല്ലാ ജാതി മത വർണ്ണ വർഗ ഭേദമന്യേ എല്ലാവർക്കും രക്ഷിക്കപ്പെടാവുന്ന ഒരു കാലം. യഹൂദനെ മാത്രം രക്ഷിക്കുന്ന ഒരു പദ്ധതി അല്ല ഇത്. എന്നാൽ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. യഹൂദനല്ലാതെ വേറെ ഒരുത്തർക്കും ഈ മാർഗത്തിലൂടെ രക്ഷയില്ലായിരുന്നു. ന്യായപ്രമാണവും പ്രവാചകന്മാരും പിതാക്കന്മാരും വാഴ്ചകളും അധികാരങ്ങളും എല്ലാം അവർക്കായിരുന്നു. ആരെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ അവൻ യഹൂദ മതാനുസാരിയായിട്ട് മാറണം. ആ റൂട്ടിൽ കൂടെ മാത്രമേ ഉള്ളൂ രക്ഷ. നിങ്ങളൊരു റോമൻ പാഗൻ മതത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാമെന്ന് വിചാരിക്കേണ്ട, അതല്ലായിരുന്നു. എന്നാൽ ഇന്ന് രക്ഷ എല്ലാ ജാതി മത വർണ്ണ വർഗ ഭേദമന്യേ എല്ലാവർക്കും, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്നൊരു കാലഘട്ടമാണ്. ഇവിടെ ദൈവം ഈ ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. പിതാവായ ദൈവത്തോട് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ സകല മനുഷ്യരെയും യേശു ക്രിസ്തുവിൽ കൂടെ പിതാവിനോട് നിരപ്പിച്ചു പോന്നു. അതാ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ഇതാ നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി, ഇംഗ്ലീഷിൽ നോക്കിയാൽ now that we are ambassadors of Christ, ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ, അതായത് പിതാവായ ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അതിന് തന്നെ ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നത് കർത്താവ് ഇന്ന് മഹത്വത്തിന്റെ മഹിമയിലായിരിക്കുക. ഇവിടെ വന്ന് ആരോടും പറയാൻ പറ്റത്തില്ല. ആ ഡ്യൂട്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. വി ആർ ദ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. അത് ദൈവം, പിതാവായ ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെയാകുന്നു. ഇതാണ് നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ മാർഗമാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പത്രോസ് അപ്പോസ്തലൻ കൊർന്നലിയോസിന്റെ വീട്ടിൽ പോയി എന്നുള്ളത് ശരിയാ. അവിടെ സ്നാനം കഴിപ്പിച്ചു എന്നുള്ളതും അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായെന്നുള്ളതെല്ലാം ശരിയാ.
ആ 12 അപ്പോസ്റ്റലന്മാരുടെ ഇടയിൽ എന്തെല്ലാം അനുഭവം ഉണ്ടായോ ആ അനുഭവം കാര്യം അവർ ലിറ്റിൽ ഫ്ലോക്സിന്റെ ഭാഗമാണ്. അവർക്കാണ് ദൈവരാജ്യം ലഭിക്കാൻ പോകുന്നത്. ലൂക്കോസ് 12-ാം അധ്യായം 30-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സ്വർഗരാജ്യം നൽകുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ആ ഒരു വിളിയിലേക്ക് ഈ കൊർന്നല്യോസ് എന്ന് പറയുന്ന അടുത്തൊരു ജാതിയൻ യഹൂദ മതാനുസാരിയായിട്ട് അതിൽ ചേർന്ന കാര്യമായി പറയുന്നത്. ഈ സമയത്തൊന്നും ഒരു ക്രിസ്തീയ മാർഗവും അവിടെ ആരംഭിച്ചിട്ടില്ല. 9-ാമത്തെ അധ്യായത്തിലാണ് പൗലോസ് അപ്പോസ്തലനെ വിളിച്ചിരിക്കുന്നത് തന്നെ. അതിനുശേഷമാണ് കാൽവറിയിൽ കൂടി എന്താണ് ആക്ച്വലി നടന്നതെന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് മറഞ്ഞിരുന്ന ഒരു മർമ്മമായിരുന്നു. ആ മർമ്മം വെളിപ്പെടുത്താൻ ആ പൗലോസ് അപ്പോസ്തലനെ ദൈവം സ്വർഗത്തിൽ നിന്ന് വിളിക്കുന്നത്. കൊലോസി ലേഖനം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ കൊലോസി ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ച് കേട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാനായിട്ട് ക്രോഡീകരിക്കാനായിട്ട് പോവുക. ഇവിടെ കണ്ടില്ലേ, ഇവിടെ പറയുകയാണ്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ആർക്കിടയിൽ? സകല മനുഷ്യർക്കുമിടയിൽ. യഹൂദനൊന്നുമില്ല, ജാതികളൊന്നുമില്ല, എല്ലാവരുടെ മധ്യത്തിൽ സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതിനെയോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. പിതാവായ ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഞാൻ കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൽ വായിച്ച 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ വായിച്ച ഭാഗം തന്നെയാ കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. കാര്യം പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്ന ഈ ഉപദേശം കൺസിസ്റ്റന്റാ. എല്ലാ ലേഖനത്തിലും നോക്കിക്കഴിഞ്ഞാൽ റോമ ലേഖനത്തിലും ഇതാ പറഞ്ഞിരിക്കുന്നത്, എഫേസ് ലേഖനത്തിലും ഇതാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞു കണ്ടില്ലയോ, മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങളെ ദൈവത്തിന്റെ അടുക്കാൻ പറ്റത്തില്ലായിരുന്നു. വെറുക്കുന്നവർ, അറയ്ക്കുന്നവർ, നിങ്ങളുടെ ഇടയിലൂടെ ഒരു വേർപാടിന് നടിച്ചുവർ കെട്ടി മറച്ചിരിക്കുക. ഇനി ശരീരത്തിൽ അവർക്ക് ചൂടടയാളമായിട്ട് അവർക്ക് പരിച്ഛേദന കൊടുത്തിരിക്കുക, യഹൂദനെ ജാതികളെയും തമ്മിൽ വേർതിരിക്കാനായിട്ട്. ഒരു മൃഗങ്ങൾ പോലും അവരുടെ ഇടകലരത്തിൽ ഒരു പച്ചവെള്ളം അവരുടെ ഒന്നും വാങ്ങിച്ച് കുടിക്കത്തില്ല. അതുപോലെ ദൈവം അവരെ വേർതിരിച്ചിരുന്നത് ദൈവത്തിന്റെ ജനവും ദൈവത്തിന്റെ ജനമല്ലാത്തവരുമായിട്ട്. ഇവിടെ ഒന്നും നിങ്ങൾക്ക് അവരോട് ഒരു ബന്ധവുമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് അവരുടെ ഇടയിൽ കയറി ചെല്ലാനോ അവർക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ എന്റേതാണെന്ന് പറയാനോ പറ്റുന്ന ഒരു കാലഘട്ടമല്ല. ദൈവസ്നേഹത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. 22-ാമത്തെ വാക്യം, അവന്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരായി നിർത്തേണ്ടത്. അവനിപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നമ്മെ നിരപ്പിച്ചിരിക്കുക. കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ കൂടിയാണ് നമ്മളെ അവരോട് നിരപ്പിച്ചിരിക്കുന്നത്. അതിലൂടെയാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. എഫേസ്യ ലേഖനം 2:13 പറയുകയാണ്, മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ, ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ഇത് പദ്ധതി വേറെയാണ്, ഇത് വിളി വേറെയാണ്. ഇത് യഹൂദിയ വിശ്വാസമല്ല, ഇത് ലിറ്റിൽ ഫ്ലോക്സ് എന്ന് പറയുന്ന വിശ്വാസമല്ല. ഇത് കർത്താവിന്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭയാണ്. ഇത് കാലഘട്ടം വേറെയാ. യഹൂദിയ വിശ്വാസത്തെ അവിടെ നിർത്തിയിരിക്കുക. അതിനുശേഷം ഇതൊരു ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ആരംഭിച്ചിരിക്കുക. ഇത് ഒരു കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന പദ്ധതി ആയിരുന്നില്ല. 25-ാമത്തെ വാക്യം കണ്ടോ, 26-ാമത്തെ വാക്യം കണ്ടോ, അവിടെ പറയുക, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും, അതായത് ഇത് ജനറേഷൻസ് ആയിട്ട്, അതായത് ഉലകം സ്ഥാപിച്ച നാൾ മുതൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമാണ്. ഏത്? ക്രിസ്തീയ പദ്ധതി എന്ന് പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഈ കൃപാ യുഗം എന്ന് പറയുന്ന കാലം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഈ കാലഘട്ടം, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. 27, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. അങ്ങനെ പിതാവായ ദൈവത്തിന് അത് പ്രസാദം തോന്നി നമ്മളെ അറിയിച്ചിരിക്കുക. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. റോമാലേഖനം 6, 7, 8 അധ്യായങ്ങളിലൂടെയൊക്കെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഇതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ കർത്താവ് നമ്മുടെ ഉള്ളിലായിരിക്കുന്നു, എങ്ങനെ ക്രിസ്തു നമ്മുടെ ഉള്ളിലായിരിക്കുന്നു, എങ്ങനെ ക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനമേറ്റിരിക്കുന്നു, അവന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് നമ്മൾ എങ്ങനെ ഏകീഭവിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നാം ക്രിസ്തുവിനുള്ളവരല്ല. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന അതേ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അവൻ ജീവിപ്പിക്കും. ഈ ചത്തുപോകുന്ന ഈ മോർട്ടൽ ബോഡിയെ പുനരുദ്ധരിപ്പിക്കും, ജീവിപ്പിക്കും. ഇത് ക്രിസ്തീയ മാർഗം. നാം സ്വർഗത്തിലേക്ക് പോയി എന്നും നിത്യം സ്വർഗത്തിൽ വസിക്കാനുള്ള സ്വർഗീയ പദ്ധതിയുടെ ഭാഗമായത്. ഇവിടെ പത്രോസ് അപ്പോസ്തലനും പന്തിരുവർക്കോ ഉള്ള വിളി ഇതല്ല. സോറി, നിങ്ങൾ തെറ്റിദ്ധരിക്കൽ അവരെന്തോ കുറഞ്ഞവരാണ് എന്ന് ഞങ്ങൾ പറയുന്നു. ഒരിക്കലും അല്ല. യഹൂദന്റെ വിളി വേറെയാണ്.
ആ 12 അപ്പോസ്തലന്മാരുടെ വിളി വേറെ. അവരെല്ലാവരും കർത്താവിന്റെ ആ രണ്ടാം വരവെങ്കിൽ അവരെല്ലാവരും പുനരുദ്ധാനം പ്രാപിക്കും, അവരെല്ലാവരും എഴുന്നേൽക്കും. കർത്താവ് അവരോട് പ്രോമിസ് ചെയ്തിരിക്കുക, നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ആ 12 സിംഹാസനങ്ങൾക്കും 12 ഗോത്രം, ആ 12 ഗോത്രത്തിന് വേണ്ടി 12 ശിഷ്യന്മാരെ എണ്ണി എടുത്തിരിക്കുക. എന്താ 11 പേരെ എടുക്കാഞ്ഞ്? എന്താ 13 പേരെ എടുക്കാഞ്ഞ്? എന്താ 12 ശിഷ്യന്മാരെ എടുത്തിരിക്കുന്നത്? കാര്യം അവർ 12 ഗോത്രമാണ്. ആ 12 ഗോത്രത്തിനും 12 പേര് ന്യായം വിധിക്കും കർത്താവിനോടൊപ്പം. അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതിയായി 12ന്റെ പദ്ധതിയല്ല. സ്വച്ഛ സ്ഫടിക തങ്ക തുല്യ നിർമ്മിതമായ അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമാണ്. അതുകൊണ്ട് അബ്രഹാം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ വാഗ്ദത്തങ്ങൾക്ക് കൂട്ടാളികളായിരുന്ന ഇസഹാക്കിനോട് യാക്കോബിനോട് കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിനു വേണ്ടി നഗരത്തിനായി കാത്തിരുന്നു. ആ നഗരമാ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മണവാട്ടിയെ പോലെ അലങ്കരിച്ച സ്വർഗീയ ഭവനം. എൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഏകദേശം 2200 മൈൽ നീളവും വീതിയും ഉയരവും ഉള്ള ഒരു ഭയങ്കര ഒരു മനോഹര പട്ടണമായി ഇറങ്ങി വരുന്നത് സ്വർഗത്തിൽ നിന്ന്. മണവാട്ടിയെ പോലെ അലങ്കരിച്ച സ്വർഗീയ പട്ടണം, ഇതിനെയാണ് പുത്തനാം യെരുശലേം എന്ന് പറയുന്നത്. അത് അവരുടെ കോളിംഗ്. അതിൽ 12 പട്ടണങ്ങളും 12 മതിലുകളും 12 ഗോപുരങ്ങളും എല്ലാം ആ 12ന്റെ പദ്ധതി. അങ്ങനെ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പദ്ധതിയാണ്. അതല്ല ക്രിസ്തീയ വിളി എന്ന് പറയുന്നത്. നാം സ്വർഗത്തിലേക്ക് പോവുക, നിത്യം സ്വർഗത്തിൽ വസിക്കാൻ പോവുക. കൂടാരമായി ഭവനം അഴിഞ്ഞു പോകും. മനസ്സിലായ? കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം കാണിക്കാം. അവിടെ പറയാണ് കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ, ഈ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്നറിയുന്നു. അത് എറ്റേണൽ ഹോമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, for we know that if our earthly house of this tabernacle were dissolved, we have a building of God and a house not made with hands, eternal in the heavens. അത് എന്നേക്ക് നിത്യഭവനമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ സ്വർഗീയ ശരീരം. നാം നിത്യം സ്വർഗത്തിൽ വസിക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം കാണാം. നമുക്ക് ജീവനോടിരിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടുന്ന കാര്യമാണ്. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ ചേർക്കപ്പെടുന്ന കാര്യമാണ്. ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ. ഇവിടെ ഒലിവ് മലയിൽ കർത്താവിന്റെ പാദം ചവിട്ടുമ്പോൾ അവിടെ കാണുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഇത് ക്രിസ്തീയ വിളിയാണ്. തെസ്സലോനിക്ക ലേഖനം, അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കണ്ടോ? ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന കാര്യം. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. കണ്ടോ? ഫോർ എവർ വി വിൽ ബി വിത്ത് ദ ലോർഡ്. നമ്മൾ സ്വർഗത്തിൽ പോയിട്ട് അവിടെ ഒരു ടൂർ പാക്കേജ് പോയിട്ട് അവിടെ നിന്ന് 7 വർഷം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഇങ്ങനെ ഭൂമി വരുന്ന പദ്ധതിയിലല്ല നിങ്ങൾ ആയിരിക്കുന്നത്. ക്രിസ്തീയ മാർഗത്തെ അത് മനസ്സിലാക്കേണ്ട രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം നമ്മൾ കഴിഞ്ഞ 2000 വർഷമായിട്ട്, അറ്റ്ലീസ്റ്റ് 1700 വർഷമായിട്ട് കംപ്ലീറ്റ് അടി തെറ്റിപ്പോയിരിക്കുക. മനസ്സിലായോ? അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? സാത്താൻ ഇതിന്റെ പിന്നിൽ ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചിരിക്കുക. ഈ സത്യം നമ്മൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നത് സാത്താനാ. കാര്യം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ പറയുന്നുണ്ടോ? 8-ാമത്തെ വാക്യം കാണിക്കാം. ആ 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. ഏത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിലൂടെ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിക്കാൻ പോവുകയാണ്. അവന്റെ ദേഹം എന്ന തിരശീല ചീന്തി അതിൽ വിശ്വസിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതി ക്രൂശിലൂടെ ആരംഭിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ സാത്താൻ ക്രൂശ് അനുവദിക്കത്തില്ലായിരുന്നു. അതാ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അവർക്കിതിന്റെ ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് അവർ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ had they known it, they would not have crucified the Lord of glory. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഇത് എൻ്റെ അഭിപ്രായമല്ല. എൻഡ് ടു എൻഡ് കാര്യങ്ങളെ അറിയാവുന്ന കർത്താവ് ഇത് അവരിൽ നിന്ന് മറച്ചിരിക്കുക. ഉലക സ്ഥാപനം മുതലേ മറച്ചിരിക്കുക കർത്താവിന്റെ ക്രൂശും. ആ ക്രൂശിലൂടെ തുറക്കാൻ പോകുന്ന രക്ഷാ പദ്ധതി എന്താണെന്ന് സ്വർഗത്തിനും അറിയത്തില്ല, ഭൂമിക്കും അറിയത്തില്ല, ദൂതന്മാർക്കും അറിയത്തില്ല, ഗബ്രിയേലിനും അറിയത്തില്ല, ഒരു മനുഷ്യർക്ക് അറിയത്തില്ല. ഇത് മറഞ്ഞിരുന്ന മർമ്മമാണ്. ഹല്ലേലൂയ. ഇത് അറിയിക്കാനായിട്ട് ദൈവം വിളിച്ച അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലനാണ്. തന്നിൽ കൂടെ എഴുതിയിരിക്കുന്ന 13 ലേഖനങ്ങളിൽ കൂടിയാണ് ക്രൂശിന്റെ മഹത്വവും ക്രൂശിലൂടെ തുറന്നിരിക്കുന്ന രക്ഷാ പദ്ധതിയും ലോകത്തിന് പ്രസിദ്ധമാക്കിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ വിശ്വസിക്കാതെ ഞങ്ങളുടെ ഭയങ്കര പ്രസ്ഥാനമാണ്, ഞങ്ങൾ അതാണ്, ഞങ്ങൾക്ക് ഇത്ര നാളായിട്ട് പഴക്കമുണ്ട്. നിങ്ങളുടെ പഴക്കവുമായിട്ട് നിങ്ങൾ ഇരുന്നോ? നോ പ്രോബ്ലം. പക്ഷെ എന്നുണ്ടെങ്കിൽ കൈവിടപ്പെട്ടു പോകുന്നതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ എഴുതി ഒപ്പിട്ട് വാങ്ങിക്കുകയാണ് എന്ന് മറക്കണ്ട. ഇപ്പോഴും
സമയം അതിക്രമിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം കൂടെ ഈ ബൈബിൾ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പച്ചന്മാർ അങ്ങനെ പഠിപ്പിച്ച് ഞങ്ങളുടെ ട്രഡീഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കാതെ മലയാളത്തിൽ എഴുതി കയ്യിൽ തന്നിരിക്കുക. ഒരിക്കൽ കൂടി ആ 10-ാമത്തെ അധ്യായം, ഇന്നത്തെ നമ്മുടെ വിഷയം കൊർന്നല്യോസിന്റെ സ്നാനമാണ്. ആക്ച്വലി അവിടെ എന്താ നടക്കുന്നത്, കൊർന്നല്യോസിന്റെ സ്നാനത്തിന് അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലെറ്റ് മീ കൺക്ലൂഡ് ദിസ്. കൊർന്നല്യോസ് അവിടെ സ്നാനപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പത്രോസ് അപ്പോസ്തലനാണ് സ്നാനപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്. അവിടുത്തെ ഓർഡർ എല്ലാം തെറ്റിപ്പോയി. കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ പരിശുദ്ധാത്മാവ് വന്നു. അവിടെ ആ പരിശുദ്ധാത്മാവ് വിഷയം പ്രാപിച്ചവരെയാണ് സ്നാനപ്പെടുത്തുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ലഭിക്കും എന്ന് പറയുന്ന ഓർഡറിൽ ആ കാര്യങ്ങൾ അതുവരെ നടന്നിരുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവ് ഓൾറെഡി വന്നിരിക്കുക. അപ്പൊ തന്നെ പത്രോസ് അപ്പോസ്തലൻ ആകപ്പാടെ സംഗതി എന്താ നടക്കുന്നത് എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുക. അന്നേരം ആ ചോദിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെ ഇനി നമ്മൾ സ്നാനപ്പെടുത്തുന്നത് വെള്ളം വിലക്കാൻ അല്ലെങ്കിൽ സ്നാനം കഴിപ്പിക്കുന്നതിന് എന്ത് വിരോധം? ഒരു വിരോധവുമില്ല, സ്നാനം കഴിപ്പിക്കാം. കാര്യം യഹൂദന്മാരുടെ നോർമലി അവരുടെ ആ ഒരു മിക്കുവേ, അവരുടെ ആ സ്നാനം എന്ന് പറയുന്നത്, അവർ ഓരോരുത്തരും ഈ യഹൂദ മതാനുസാരിയായി മാറുമ്പോഴും അവരിൽ ആ കൺവേർഷൻ നടക്കുമ്പോഴും ഒക്കെ അവർ ചെയ്യുന്ന ഒരു ശുശ്രൂഷയായി സ്നാനം എന്ന് പറയുന്നത്. അതവിടെ സ്നാനം നടക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും ക്രിസ്ത്യാനിയായി മാറുന്ന പദ്ധതിയല്ല. ക്രിസ്തീയ വിശ്വാസം ആരംഭിക്കുന്നത് അവിടെയെങ്ങും അല്ല. ഹല്ലേലൂയ. അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരുവാനും അതിലേക്ക് കൂടുതൽ വെളിച്ചം വീശുവാനും ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. നിങ്ങൾക്കത് മനസ്സിലാകട്ടെ. ഒരു കാര്യം ഞാൻ തറപ്പിച്ചും ഉറപ്പിച്ചും പറയാം. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ ഒരു ക്രിസ്തീയ സഭയും ആരംഭിച്ചിട്ടില്ല. അവിടെ ആരംഭിക്കാൻ പറ്റത്തില്ല. എൻ്റെ സമയം തീർന്നുവെങ്കിൽ ഒരു മിനിറ്റ് കൂടെ ഞാൻ എടുത്ത് നിങ്ങളെ അതുകൂടെ ഒന്ന് കാണിച്ചിട്ട് മുന്നോട്ട് ക്ലോസ് ചെയ്യാനായിട്ട് പോവുക. 2-ാമത്തെ അധ്യായത്തിൽ ചില വാക്യങ്ങൾ മാത്രം ഒന്ന് പ്രൊജക്ട് ചെയ്യാൻ. 14-ാമത്തെ വാക്യം, അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1-ാമത്തെ വാക്യം മുതലേ കാണിക്കേണ്ട. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടോ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. നിങ്ങൾക്ക് പെന്തക്കോസ്ത് നാൾ വരുന്നത് നിങ്ങളുമായിട്ട് എന്ത് ബന്ധമാണ്? പ്രിയ സഹോദര, ഒന്ന് ചിന്തിച്ച് നോക്കും. പെന്തക്കോസ്തും താങ്കളും എന്ന് പറയുന്നത് ഹരിയാനയും കുഴിയാനായും തമ്മിലുള്ള ബന്ധമാണ്. ഈ ഹരിയാനയും കുഴിയാനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതാണ് ജാതീയനായ നിങ്ങളും പെന്തക്കോസ്തുമായിട്ടുള്ള കണക്ഷൻ. ഞാൻ പെന്തക്കോസ്ത് എന്താണെന്ന് അടുത്തൊരു ക്ലാസ് എടുക്കാം. അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തോ ഒരു സംഗതിയും അവർക്ക് എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയുമാണ്. നിങ്ങൾക്ക് അതുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കന്ന് മനസ്സിലാവും. 5-ാമത്തെ വാക്യം, ആകാശത്തിന്റെ കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉലകം മുഴുവൻ അവർ ചിതറിപ്പോയിരിക്കുക. ഈ പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കാൻ അവർ യെരുശലേമിൽ വന്നു പാർക്കുക, അവിടെ വന്നേക്കുക. അവരുടെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. 7-ാമത്തെ വാക്യം, എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ട് ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? ഹലോ, ഇത് ജാതികളാണല്ലോ. ഇത് ഈജിപ്തുകാരും അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റലിക്കാരും ഇല്ലെങ്കിൽ റോമൻകാരും ഒക്കെ ആണല്ലോ വന്നിരിക്കുന്നത്. ഈ ഗലീലക്കാരാണ്. അവിടെ വേറൊരു ജാതിയനും അവിടെ ഇല്ല. 14-ാമത്തെ വാക്യം അവിടെ പറയുന്നുണ്ടോ, അപ്പോൾ പത്രോസ് 11 പേരോട് നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ വന്നു പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ. അത് യഹൂദന്മാരാണ്. യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ വന്നു പാർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലകം മുഴുവനിൽ നിന്നും പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കാൻ വന്നു പാർക്കുന്ന ജനങ്ങളുമാണ്. അത് യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമാണ്. 22-ാമത്തെ വാക്യം അവിടെ പറയാണ്, ഇസ്രായേൽ പുരുഷന്മാരെ. കണ്ടോ, ഇസ്രായേൽ പുരുഷന്മാരെ. ഇവിടെ എത്ര ജാതികളുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? 29-ാമത്തെ വാക്യം, സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച്. ആർക്ക് ദാവീദിനെ അറിയാവുന്ന? ഏത് ഗോത്രത്തിന്റെ പിതാവായിരുന്നു ദാവീദ്? ജാതികളുടെ ഗോത്രമാണ്. ഇതെല്ലാം യഹൂദന്മാരെ കുറിച്ച് പറയുന്ന 36-ാമത്തെ വാക്യം അവരോട് അഡ്രസ്സ് ചെയ്താണ്ടോ, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച്. ആരാ ക്രൂശിച്ച്? യഹൂദന്മാരാ ക്രൂശിച്ച്. ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും. ഈ കർത്താവും ക്രിസ്തുവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജാതിയാണ് അറിയാവുന്നത്? എന്നാൽ ഇസ്രായേൽ ഗ്രഹം, കണ്ടോ, ഇസ്രായേൽ ഗ്രഹം ഒക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അവരോട് പറയുന്ന കാര്യമായത്. 37-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് അവിടെ പറഞ്ഞ കേട്ടോ, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. കാര്യം അവരുടെ മശിഹായ്ക്ക് വേണ്ടി അവര് ദിവസം 3 നേരം പ്രാർത്ഥിച്ച് തല ഭിത്തിക്കടിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മശിഹായ വരണേ എന്ന് പറഞ്ഞിട്ട്. ആ വന്ന മശിഹായെ അറിയാതെ അവർ ക്രൂശിൽ, അതായത് ലോകത്തിലെ ഏറ്റവും നീചവും നിന്ദ്യവുമായ രീതിയിലുള്ള കൊലപാതകം ചെയ്തിരിക്കുക, അവരുടെ മശിഹായെ കൊന്നിരിക്കുക. അത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോട് ചോദിക്കുക, സഹോദരന്മാരായ പുരുഷന്മാരെ. കണ്ടോ, അവരുടെ സഹോദരന്മാരാ ചോദിക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് അവരോട് പറയാ, നിങ്ങൾ മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം മടങ്ങി വരിക. നിങ്ങൾ ചെയ്തിരിക്കുന്ന അന്യായമാണ്, അതിൽ നിന്ന് നിങ്ങളൊരു മനസ്താപം ഉണ്ടായി മടങ്ങി ദൈവത്തിന്റെ വിളിയിലേക്ക്. നിങ്ങൾ ദൈവത്തിന്റെ ജനമാണ്. ആ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കും.
എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇത് പറയുന്ന യഹൂദനോട് ഇവിടെ ക്രിസ്തീയ സഭ ആരംഭിച്ചുവെന്നും ഇവിടെ പെന്തക്കോസ്ത് നാളിൽ ക്രിസ്തീയ മാർഗം ആരംഭിച്ചു, ഒരു 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 ലക്കും ലഗാനും ഇല്ലാത്ത രീതിയിലാണ് ബേസിക്സ് തീരുമാനങ്ങളും ഫൗണ്ടേഷൻസ് ഒക്കെ ഉറപ്പിച്ചേക്കുന്നത്. ഞാനൊരു അല്പം ഇമോഷണലായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോടിക്കണക്കിന് ജനങ്ങളെ ഈ തെറ്റിൽ തെറ്റിച്ചിരിക്കും. അത് കാരണം അവർക്ക് സത്യമാർഗം എന്താണെന്ന് അറിയാൻ പറ്റാതെ പോയിരിക്കുക. ഇന്ന് 800 കോടിയിൽ 300 കോടി ക്രിസ്ത്യാനി ഈ ലോകത്തിന്റെ മേലെ നിപ്പുണ്ട്. അവരോടെങ്കിലും ഈ സത്യം പറയാൻ, അറ്റ്ലീസ്റ്റ് മലയാളിയോടെങ്കിലും ഈ സത്യം പറയാൻ. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തർക്കും ദൈവം സഹായിക്കട്ടെ. ഒരിക്കലെങ്കിലും ഇതിന് കർത്താവിന്റെ ക്രൂശിന് തടയായിട്ട് നിൽക്കാതെ ഈ സത്യ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ഞാൻ നിങ്ങളോട് വളരെ വിനീതമായിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുക. ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടന്ന ഈ സ്നാനം, കൊർന്നല്യോസ് ക്രിസ്ത്യാനിയാകുവാണോ അതോ യഹൂദ മതാനുസാരിയായി മാറുകയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുവാൻ നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ.